എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 15, 16, 17 എന്നീ 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം. 3ലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണ്. വളരെ വ്യക്തമായ രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് കംസനും നാരദനും തമ്മിലുള്ളതായ സംഭാഷണം വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ് കവി. ഇപ്പോൾ കംസൻ നാരദനോട് ചില വാക്കുകൾ താൻ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികളെ പറ്റിയിട്ടൊക്കെ പറയുകയാണ്. നമുക്കാദ്യം 15ാമത്തെ ശ്ലോകം നോക്കാം. താം തു നിശ്ചിന്വതാ വാചം മയാ പാപീയസാ ഹതാഃ ക്രോശന്ത്യാമേവ ദേവക്യാം തദീയാ ബഹവഃ സുതാഃ. ആദ്യം പദച്ഛേദം പറയാം. താം തു നിശ്ചിന്വതാ വാചം മയാ പാപീയസാ ഹതാഃ ക്രോശന്ത്യാം ഏവ ദേവക്യാം തദീയാ ബഹവഃ സുതാഃ. വളരെ ലളിതമായിട്ടുള്ള വാക്കുകളാണ്. പെട്ടെന്ന് തന്നെ പ്രാപ്തി ഉണ്ടാവും. അർത്ഥം വേഗം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സർഗത്തിൽ മിക്കവാറും എല്ലാ ശ്ലോകങ്ങളും കവി എഴുതിയിരിക്കുന്നത്. അപ്പോൾ കംസൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കംസൻ ഒരു ദിവസം ദേവകിയെ കാണാൻ പോയപ്പോൾ ഒരു അശരീരി കേട്ടു എന്ന് പറഞ്ഞുല്ലോ. ഇവളുടെ മകൻ ഈ ലോകത്തിൻ്റെ മുഴുവനും അധിനാഥനായിരിക്കുന്ന അങ്ങയെ വധിക്കും എന്ന് പറഞ്ഞുല്ലോ. അത് കേട്ടിട്ട് ഞാൻ കുറേയധികം ചീത്ത പ്രവൃത്തികൾ ചെയ്യേണ്ടായി. അതാണ് ഇവിടെ വർണ്ണിക്കാൻ പോണത്. ഇവിടെ പറയാണ് താം വാചം നിശ്ചിന്വത. താം തു വാചം നിശ്ചിന്വത. താം എന്ന് പറഞ്ഞാൽ താം വാചം, ആ വാക്ക്. അപ്പോൾ അശരീരിയായിട്ട് കേട്ട ആ വാക്കിനെ നല്ലവണ്ണം ഉറച്ചു വിശ്വസിച്ചിട്ട്, ഇത് എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല, ആരാണ് പറഞ്ഞതെന്നറിയില്ല, പക്ഷേ സ്വർഗലോകത്ത് നിന്ന് വന്നതുകൊണ്ട് ഉറപ്പായിട്ടും അത് നടക്കാൻ പോണ ഒരു കാര്യം തന്നെ ആയിരിക്കും. ദേവന്മാരാരോ ആണോ പറഞ്ഞത്, ഭഗവാൻ തന്നെയാണോ പറഞ്ഞതെന്നറിയില്ല. അതുകൊണ്ടാണ് അശരീരിയായിട്ടുള്ളൊരു വാക്കായിട്ട് കേട്ടത്. അപ്പോൾ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട്, നിശ്ചിന്വത എന്ന് പറഞ്ഞാൽ അത് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട്, ഇത് സംഭവിക്കാൻ പോണത് തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്? കംസനെ തന്നെ പറയാണ്, പാപീയസാമയ. ഞാൻ എന്നല്ല പറഞ്ഞത്, എന്നാൽ. ഈ വാക്കിൻ്റെ ശക്തി കാരണം എന്നാൽ കുറേ ചീത്ത പ്രവൃത്തികൾ ചെയ്യപ്പെട്ടു. എങ്ങനെയുള്ള ആളാണ് ഞാൻ? പാപീയസായിട്ടുള്ള എന്നാൽ. ഈയസുൻ പ്രത്യയാണ്. പാപി എന്ന് പറഞ്ഞാൽ തന്നെ പാപം ചെയ്തവൻ എന്നാണ് അർത്ഥം. അതിശയേന പാപിയാണ് പാപിയാൻ എന്നുള്ള വാക്ക്. അപ്പോൾ പാപീയസ, വളരെയധികം കൊടും പാതകങ്ങൾ ചെയ്തവനായ എന്നാൽ. അതായത് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾക്ക് മുമ്പേ തന്നെ കംസൻ കുറേ ചീത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അത് തുടരുക തന്നെയാണ്. കൊടും ക്രൂരതയായിട്ടുള്ള പ്രവൃത്തികൾ തുടരുകയാണ് ഞാൻ ചെയ്തത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ മുഖമൊക്കെ വളരെ മ്ലാനമായിട്ടിരിക്കുന്നത്. അങ്ങനെ പാപീയസാമയ ക്രോശന്ത്യാം ഏവ ദേവക്യാം. ദേവകി അവിടെ കിടന്ന് കരയണതൊന്നും കണക്കാക്കാതെ, അതാണ് ക്രോശന്ത്യാം, കരഞ്ഞ് അലമുറയിടുന്നവളായ ദേവക്യാം, ദേവകി. അങ്ങനെ ദേവകി അലമുറയിട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്താണ് ദേവകിയെ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തത്? തദീയാഹ ബഹവഃ സുതാഹ ഹതാഹ. അവളുടെ കുറേയധികം മക്കളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്തു. അപ്പോൾ ദേവകി ഉറക്കം നിലവിളിച്ചു, ഏട്ടാ എൻ്റെ കുട്ടികളെ കൊണ്ടുവരരുത്, അവരെ കൊല്ലരുത്, എന്നെ വേദനിപ്പിക്കരുത്, എനിക്ക് വല്ലാത്ത സങ്കടമാവണു, ഒന്നെങ്കിലും എനിക്ക് തരൂ, ഒരേ കുട്ടിയെങ്കിലും എനിക്ക് തരൂ എന്നൊക്കെ പറഞ്ഞ് എത്രയോ തവണ എൻ്റെ കാല് പിടിച്ച് ദേവകി, എൻ്റെ സഹോദരിയാണ്, അവൾ കരഞ്ഞു. എന്നിട്ടും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഇവരിൽ ആരാണോ എന്നെ കൊല്ലണതെന്ന് അറിയില്ലല്ലോ, ജനിക്കുന്ന കുട്ടികളെ മുഴുവനും ഞാൻ കൊല്ലുക തന്നെ ചെയ്തു. അത് നല്ല ഉറപ്പാണ് തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നുള്ളത് കൊണ്ട് പാപീയസാമയ എന്ന് കംസൻ ഏറ്റു പറയാണ്. കഠിനമായിട്ടുള്ള പാപം ചെയ്തവനായ എന്നാൽ അങ്ങനെയൊരു ചീത്ത പ്രവൃത്തി, ഒന്നൊന്നുമല്ല കുറേയധികം പ്രവൃത്തികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു പോയി. ഞാനങ്ങനെ ഒട്ടും കരുണയില്ലാതെ നിഷ്കരുണമായിട്ട് കുട്ടികളെ വധിച്ചു. ഇനി കുറേ കുട്ടികളെ വധിച്ചു എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കൂടി കൊന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 16ാമത്തെ ശ്ലോകം നോക്കൂ. കദാചിത് ബാലികാമേകാം ജാതമാത്രാം ജിഘാംസയാ പദേ ഗൃഹീത്വാ ദൃശതി ക്ഷിപ്തവാനസ്മിരം ഹസാ. ഇതും വളരെ എളുപ്പമാണ് അർത്ഥമൊക്കെ കണ്ടുപിടിക്കാൻ. പ്രസാദ ഗുണമുള്ളതായിട്ടുള്ള ശ്ലോകമാണ്. ആദ്യം പദച്ഛേദം പറയാം.
കദാചിത് ബാലികാം ഏകാം ജാതമാത്രാം ജിഘാംസയാ പദേ ഗൃഹീത്വാ ദൃശതി ക്ഷിപ്തവാൻ അസ്മി രംഹസ. ഒരു തവണ ഇങ്ങനെ പല പല കുട്ടികളെയും, ദേവകി പ്രസവിക്കണ ഓരോ കുട്ടികളെയും ഞാൻ വധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഉണ്ടായത്? കഥാചിത് എപ്പോഴോ ഇങ്ങനെ കുട്ടികളെ കൊല്ലണതിൻ്റെ കൂട്ടത്തിലൊരിക്കൽ, അത് എപ്പോഴാണെന്നൊന്നും അറിയില്ല, എത്രാമത്തെ കുട്ടിയാണ് എന്നൊന്നും കംസന് ഓർമ്മയില്ല. അതാണ് കാലസ്മരണ അഭാവാത്, കാലം ഓർക്കുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിലൊരു കുട്ടി പെൺകുട്ടിയായിരുന്നു. അതാണ് കഥാചിത് ജാതമാത്രാം എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ജനിച്ച ഉടനെ തന്നെ കുട്ടി ഉണ്ടായി എന്ന് ഭടന്മാരെ അറിയിക്കണു. അപ്പോൾ തന്നെ പോയിട്ട് അവരെ, ആ കുട്ടികളെയൊക്കെ വധിക്കുക. അങ്ങനെയാണ് കംസൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്തത് ഒരു പെൺകുട്ടിക്ക് നേരെയാണെന്നുള്ളത് കൊണ്ട് ഒട്ടും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ടാണ് കംസൻ പറയണത്. ജാതമസ്യാ പ്രമാണം. ജനിച്ചു എന്നുള്ളതാണ്, ജനിച്ചിട്ടന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് മാത്രം എന്നുള്ളത് മാത്രച്ച് പ്രത്യയമാണ്. അപ്പോൾ അങ്ങനെ ജനിച്ചു എന്നേ ഉള്ളൂ, ജനിച്ചിട്ടന്നെ ഉള്ളൂ, കൂടുതലൊന്നും ആയിട്ടില്ല, ഒരു ദിവസം പോലും ആയിട്ടില്ല. അത്ര ചെറിയ കുട്ടി. ജാതമാത്ര, അധികം വൈകാതെ തന്നെ, ആ ജനിച്ച് അധികം വൈകാതെ തന്നെ ഒരു പെൺകുട്ടിയെ, ഏകാം ബാലികാം, ഒരു പെൺകുട്ടിയായിരുന്നു അപ്രാവശ്യം ദേവകി ജന്മം കൊടുത്തത്, പെൺകുട്ടിക്കായിരുന്നു. അതിനെ എന്താ ചെയ്തത്? കൊല്ലാൻ വേണ്ടിയിട്ട്, ഏകാം ബാലികാം ജിഘാംസയാ, കൊല്ലുന്നതിന് വേണ്ടിയിട്ട്, ഹന്തുമിച്ഛയാ ജിഘാംസയാ, പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടും ചെയ്യാൻ പാടില്ലാത്തൊരു കർമ്മമാണ്. ആൺകുട്ടികളെയും ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളെയും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെന്ന് പറയുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സോഫ്റ്റ് കോർണർ കംസൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറാൻ പാടില്ല എന്നുള്ളത് ഇപ്പോഴല്ല, പണ്ട് മുതലേ അതൊരു നിയമം തന്നെ ആയിരിക്കണം. സ്ത്രീകൾ ശക്തി കുറഞ്ഞവരാണെന്ന് കരുതിയിട്ട് അവരുടെ മെക്കെട്ട് കയറാൻ പാടില്ല, അവരെ ബഹുമാനിക്കണം എന്നുള്ളതൊക്കെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ് ഭാരതത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെയാണ് ഞാൻ വധിച്ചത്, എൻ്റെ സഹോദരിയെ പോലെ തന്നെയാണല്ലോ, ഒരു പെൺകുട്ടി തന്നെയാണല്ലോ എന്നുള്ളതിൻ്റെ, മകളെ പോലെയാണല്ലോ, അങ്ങനെയൊക്കെയുള്ള ദുഃഖങ്ങൾ ഇങ്ങനെ തികട്ടി വരികയാണ് കംസന്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഒട്ടും ചേർന്ന ഒരു നടപടിയായിരുന്നില്ല, വല്ലാത്തൊരു പാപമാണ് ഞാൻ ചെയ്തത്. ജിഘാംസയ, അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിനെ എന്താ ചെയ്തത്? പദേ ഗൃഹീത്വ, കാലിൽ പിടിച്ചിട്ട്, ദൃശതി രംഹസാക്ഷിപ്തവാനസ്മി. ദൃശത്ത് എന്ന് പറഞ്ഞാൽ പാറ, പാറയമ്മിൽ അടിച്ചിട്ടാണ് ഓരോ കുട്ടികളെയും ഞാൻ വധിച്ചിരുന്നത്. അതേപോലെ തന്നെ ഒരു പാറയിൽ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ കാലും പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അതാണ് പദേ ഗൃഹീത്വ ദൃശതി രംഹസ, പാറയുടെ മുകളിൽ വേഗം തന്നെ ക്ഷിപ്തവാനസ്മി, അതിനെ അങ്ങോട്ട് അടിക്കാൻ നോക്കി. അടിച്ചു എന്ന് തന്നെയാണ് പറയണത്. ക്ഷിപ്തവാൻ എന്ന് പറഞ്ഞാൽ അടിച്ചു. അങ്ങനെ അടിച്ചപ്പോൾ എന്താ ഉണ്ടായത്? കുട്ടി പാറയമ്മ അടിക്കുകയൊന്നും അല്ല ഉണ്ടായത്, പാറയിൽ പോയി വീഴുമൊന്നുമല്ല ഉണ്ടായത്. നമുക്കറിയാം അത് ദേവി മഹാമായയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഭഗവതി ചെയ്തത് എന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് കവി വർണ്ണിക്കുന്നത്. 17ാമത്തെ ശ്ലോകം നോക്കൂ. സാധു വ്യോംനിസ്സമുത്പത്യ ജ്വലദായുധമണ്ഡല മയി ദ്വേഷമകുർവാണ കൃപയാ വാചമബ്രവീത്. നമുക്ക് പദച്ഛേദം നോക്കാം. സാ തു വ്യോംനി സമുത്പത്യ ജ്വലദായുധമണ്ഡല മയി ദ്വേഷം അകുർവാണ കൃപയാ വാചം അബ്രവീത്. ദേവിയെ, അതൊരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാറയിൽ അടിക്കാൻ നോക്കിയത്. പക്ഷെ അത് ചെറിയൊരു നിസ്സാരക്കാരിയായിട്ടുള്ള പെൺകുട്ടിയൊന്നും ആയിരുന്നില്ല. അത് ആരായിരുന്നു? ജ്വലദായുധമണ്ഡല സാധു, പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിൽ നിന്നും വഴുക്കി മുകളിലേക്ക് പൊങ്ങി പറന്നുപോയ ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ കയ്യിൽ നിറയെ ആയുധങ്ങൾ അങ്ങോട്ട് വന്നു ചേർന്നു. അതാണ് ജ്വലത്, ജ്വലിക്കുന്നതായ, മൂർച്ചയുള്ളതായ, അതിശക്തമായിട്ടുള്ള ആയുധങ്ങളുടെ മണ്ഡലം. മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. പല അർത്ഥങ്ങളുള്ള വാക്കാണ്, നാനാർത്ഥക പദമാണ്. വട്ടം എന്നും പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ മണ്ഡലം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥം. അങ്ങനെ തിളങ്ങുന്ന അതിശക്തമായിട്ടുള്ള ആയുധങ്ങൾ കുറേ അധികം കയ്യിൽ പിടിച്ചുകൊണ്ട് ജ്വലത ആയുധമണ്ഡല സാധു, അവളാകട്ടെ സാധു ജ്വലതായുധമണ്ഡല, കയ്യിൽ നിറയെ ആയുധങ്ങളോട് കൂടിയിട്ട് വ്യോംനി സമുത്പത്യ, വ്യോംനി
ആകാശത്തിലേക്ക് അങ്ങോട്ട് ഉയർന്ന് പൊങ്ങിച്ചാടി പറന്നുപോയി. കയ്യിൽ നിന്ന് പാറയിലേക്ക് വീണു എന്നാണ് കംസൻ വിചാരിച്ചത്. പക്ഷെ പാറയിലേക്കല്ല വീണത്. ദേവി മഹാമായ കയ്യിൽ നിന്ന് അങ്ങോട്ട് തെറിച്ച് ആകാശത്തൊക്കെ അങ്ങോട്ട് പോയിട്ട് നിറയെ ആയുധങ്ങളോടുകൂടി ജ്വലിച്ചുകൊണ്ട് അങ്ങനെ നിന്നു, ആകാശത്ത് നിന്നു. അതാണ് വ്യോംനി സമുത്പത്യ മയി ദ്വേഷം അകുർവാണ. മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, എന്നിൽ വിഷയസപ്തമി, എന്നോട് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. എന്നോട് ദേഷ്യമൊന്നും കാണിക്കാതെ, ദേഷ്യപ്പെട്ടുകൊണ്ടല്ല ദേവി അവിടെ നിന്ന് സംസാരിച്ചത്. പക്ഷെ കണ്ടാൽ തന്നെ പേടിയാവണ രൂപമായിരുന്നു. ശോഭിക്കുന്ന രൂപം, വലിയ രൂപം, നിറയെ ആയുധങ്ങൾ, ഇതൊക്കെ കണ്ടാൽ ആർക്കാ പേടിയാവാത്തത്? വാക്കുകൊണ്ട് പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദേവി വളരെ സമാധാനമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതാണ് ദ്വേഷം അകുർവാണ, ദേഷ്യം ഒട്ടും കാണിക്കാതെ, പേടിപ്പിക്കുകയൊന്നും ചെയ്തില്ല. എന്നാൽ കൃപയോട് കൂടിയിട്ടാണ് പറഞ്ഞത്. അതാണ് കൃപയാ വാചം അബ്രവീത്, വളരെ ദയവോട് കൂടിയിട്ട് എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ വാക്കുകൊണ്ടൊന്നുമല്ല ദേവി കംസനെ പേടിപ്പിച്ചത്, രൂപം കൊണ്ട്, ആയുധങ്ങളെ കൊണ്ടൊക്കെ പേടിപ്പിച്ചു. വാക്ക് വളരെ മൃദുലമായിരുന്നു, വളരെ ലളിതമായിട്ടുള്ള, വളരെ കൃപയോട് കൂടിയിട്ടുള്ള വാക്കുകളായിരുന്നു. എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ദേവിക്ക് ഒട്ടും കംസനോട് ദേഷ്യം വരാഞ്ഞത്? സാധാരണഗതിയിൽ വളരെ ബലവാന്മാർക്ക് അല്ലെങ്കിൽ ബലവതികൾക്ക്, ബലം കുറഞ്ഞവരോട് അത്രയ്ക്കൊക്കെ ദേഷ്യം കാണിക്കേണ്ട കാര്യമുള്ളൂ. അവർക്കറിയാലോ ഈ താഴെ നിൽക്കുന്നവരെക്കാളും എത്രയോ ബലിഷ്ഠന്മാരാണ് നമ്മൾ എന്ന്. അപ്പോൾ പിന്നെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ നോട്ടം കൊണ്ടോ ഒന്നും ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, കാലുമ പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ആ കാൽക്കൽ വീണു എന്നുള്ളൊരർത്ഥം, കാലാണ് ഗ്രഹിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ദേവിക്ക് ദേഷ്യം വരാഞ്ഞത് എന്നും വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. കാലുമ്മ പിടിച്ചിട്ടാണല്ലോ അടിക്കാൻ പുറപ്പെട്ടത്. ദേവിയുടെ കാലുമ്മ പിടിച്ച് അഭയം ചോദിച്ചതുപോലെയായി. ആ ഒരർത്ഥമാണ് ഇവിടെ ദേഷ്യപ്പെടാതിരിക്കാൻ കാരണമായി നിൽക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ബാക്കി എന്താണ് ദേവി കംസനോട് പറഞ്ഞത് എന്നുള്ളതൊക്കെ നാളത്തെ ശ്ലോകങ്ങളിലാണുള്ളത്. ഇന്ന് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. താം തു നിശ്ചിന്വതാ വാചം മയാ പാപീയസാഹതാ ക്രോശന്ത്യാമേവ ദേവക്യാം തദീയാ ബഹവസ്സുതാ കദാചിത് ബാലികാമേകാം ജാതമാത്രാം ജിഘാംസയാ പദേ ഗൃഹീത്വാ ദൃശതി ക്ഷിപ്തവാനസ്മിരം ഹസാ സാധു വ്യോംനി സമുത്പത്യ ജ്വലദായുധമണ്ഡലാമയി ദ്വേഷമകുർവാണ കൃപയാ വാചമബ്രവീത്. ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.